വനഭേദഗതി ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ സാധ്യതയില്ല. ബില്ലിൽ ഇതുവരെ 140ഓളം പരാതികൾ ലഭിച്ചു. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പൊതു പരാതികളാണ് ഭൂരിഭാഗവും. ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുതിയ വ്യവസ്ഥകളെ എതിർത്ത് അഭിപ്രായം അറിയിച്ചു. തൊഴിൽ ഭാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. താങ്കൾ പറയൂ വിവരങ്ങൾ. SKN വനം ഭേദഗതി ബില്ലിൽ നിന്ന് സർക്കാർ താൽക്കാലികമായെങ്കിലും പിന്മാറുകയാണ്. ഈ ക്രൈസ്തവ സഭകളും രാഷ്ട്രീയ പാർട്ടികൾ, ഈ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിച്ച സാഹചര്യത്തിലാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വനം ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടെന്നൊരു തീരുമാനത്തിൽ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വനം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചത്. ഇതിൽ ലഭിച്ച പരാതികൾ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ പരിശോധിക്കും. ഈ പരാതികൾ പരിശോധിച്ച് അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് നിലവിൽ വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ പരാതികൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വരുത്തുന്ന ഭേദഗതികൾ സബ്ജക്ട് കമ്മിറ്റി വഴി കൊണ്ടുവന്ന് നിയമസഭയിൽ ഭേദഗതി വരുത്തി ബില്ല് അവതരിപ്പിക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനം പരിശോധിച്ച ഈ പ്രതിഷേധം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായും മത സാമൂഹ്യ സംഘടനകളുമായും ചർച്ച നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ ഭേദഗതി സംബന്ധിച്ച് വലിയ തോതിലുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭേദഗതിയിലെ എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാരും വനം വകുപ്പും കടന്നത്. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ വലിയ കരുതൽ വേണമെന്നൊരു നിർദ്ദേശം വനം മന്ത്രിക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പരാതി സമർപ്പിക്കാനുള്ള സമയം ഉൾപ്പെടെ നീട്ടി നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറായത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പരാതി സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ 140ഓളം പരാതികളാണ് എത്തിയത്. പക്ഷേ ഈ പരാതികളിൽ പലതും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പൊതു പരാതികളാണ്. അതിനൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നതിനെതിരെയും നിരവധി എതിർ അഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കും, സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തുടർ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വനം ഭേദഗതി ബില്ല് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കില്ല. SKN. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.